ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു കിടിലം വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോകളൊന്നും ചാനലിൽ വരാറില്ലായിരുന്നു. പല സബ്സ്ക്രൈബേഴ്സും അന്വേഷിച്ചു എന്താണ് വരാത്തത്. പിന്നെ അതേപോലെ തന്നെ പല സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് പരാതികളുണ്ടായിരുന്നു. എൻ്റെ ചാനലിലെ വരുന്ന വീഡിയോകൾക്ക് ക്വാളിറ്റി പോരാ, ക്ലാരിറ്റി ഇല്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് അവർ പറഞ്ഞിരുന്നത്. കാരണം ഞാൻ വീഡിയോ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ വളരെ കുറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ചാനൽ തുടങ്ങിയത്. ഒരു ചെറിയ മൊബൈൽ ഫോൺ ഗിംബലും അതേപോലെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചായിരുന്നു ഇതുവരെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സായി. എൻ്റെ 2-3 വീഡിയോകൾ വളരെയധികം വൈറലാവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് പുതിയൊരു ക്യാമറയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ആ ക്യാമറ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സാധാരണ എല്ലാ ട്രാവലിംഗ് ബ്ലോഗേഴ്സും ഉപയോഗിക്കുന്ന ഒരു ക്യാമറ തന്നെയാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത്. കോഴിക്കോട് മാവൂർ റോഡിനടുത്തുള്ള ലംബൂസ് ക്യാമറ ആൻഡ് ആക്സസറീസ് വേൾഡിൽ നിന്നാണ് ഈ ക്യാമറ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല, നമുക്ക് ക്യാമറയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇൻട്രൊഡ്യൂസിങ് ന്യൂ GoPro Hero 8. ഇതാണ് ആ ക്യാമറ. നല്ല കിഡിലൻ ക്യാമറയാണ്. സാധാരണ എല്ലാ ട്രാവലേഴ്സും ഉപയോഗിക്കുന്ന ഒരു കിഡിലൻ ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. അപ്പോൾ ഇത് വാങ്ങിച്ചിരിക്കുന്ന ഷോപ്പ്, അതേപോലെ തന്നെ എനിക്ക് കിട്ടിയ ഓഫറുകൾ, ഞാൻ എങ്ങനെയാണ് ഇത് വാങ്ങിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് മാത്രമല്ല, ഈ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 1-2-3 ദൃശ്യങ്ങൾ എടുക്കാനുണ്ട്. ആ ദൃശ്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയിലാണ്. അത് പല വോളിയുമായിട്ട് പകലും രാത്രിയുമായിട്ട് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് GoPro Hero 8ൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ GoPro Hero 8ൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത് കോഴിക്കോട് മാവൂർ റോഡിനടുത്തുള്ള ലംബൂസ് ക്യാമറ ആൻഡ് ആക്സസറീസ് ഷോപ്പുണ്ട്. മാവൂർ റോഡിലാണുള്ളത്. അവർക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ഓൺലൈൻ സൈറ്റുകളിൽ സെർച്ച് ചെയ്തു. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനെ ഒരുപാട് സൈറ്റുകളിൽ സെർച്ച് ചെയ്തു. അതിലൊക്കെ പ്രൈസും കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഡെലിവറിയുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് നമുക്ക് ഈ ക്യാമറ വാങ്ങിക്കുന്ന സമയത്തുണ്ട്. അപ്പോൾ ഞാനിത് ലംബൂസ് എന്ന് പറഞ്ഞ ഒരു ക്യാമറ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ബണ്ടിൽ പാക്കാണ്. ഞാനിത് വാങ്ങിച്ചിരിക്കുന്ന പ്രൈസ് 35,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇതിലും നല്ല ഓഫറുകളിൽ അവർ നിങ്ങൾക്ക് സാധനം തരുന്നതാണ്. അപ്പോൾ ഈ ക്യാമറ 35,000 ഈ സ്പെഷ്യൽ ബണ്ടിലിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ഒരു ഹെൽമെറ്റ് മൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ 2 സ്പെഷ്യൽ ബാറ്ററി വരുന്നുണ്ട്, ഒരു മെമ്മറി കാർഡ് വരുന്നുണ്ട്, ഒരു ട്രൈപോഡ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സ്പെഷ്യൽ ബണ്ടിൽ പാക്കിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്യാമറയുടെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അങ്ങനെ ഇതാണ് നമ്മുടെ ക്യാമറ GoPro Hero 8. ഇത് 33 ഫീറ്റ് നമുക്ക് വെള്ളത്തിൽ, അതായത് 10 മീറ്റർ അടി വരെ വെള്ളത്തിൽ മുക്കാവുന്നതാണ്. അപ്പോൾ GoPro Hero 8ൻ്റെ ഇതാണ് നമ്മുടെ ക്യാമറ. നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം. ഇത് കണ്ടോ, ഈ ക്യാമറ എടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അറിവില്ലാത്തൊരു സംഭവമാണ്. ഈ GoPro Hero 8 അൺബോക്സിങ്ങിൻ്റെ സമയത്ത് പല ആളുകൾക്കും ഈ മൗണ്ട് റിവേഴ്സ് ചെയ്യുന്ന കാര്യം അറിയില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ സാധനം ഒന്ന് പൊന്തിക്കുക. എന്നിട്ട് ഇത് ക്ലിപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മളെ GoPro Hero 8 നമ്മളെ കൈകളിലെത്തി. കണ്ടല്ലോ. അപ്പോൾ ഇത് ക്യാമറ. അപ്പോൾ ക്യാമറ നമ്മൾ നല്ല തൽക്കാലം ഇവിടെ ഇതിൻ്റെ മേലേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് ഈ ചെറിയ ബോക്സ്, ഈ കുഞ്ഞ് ബോക്സിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഇത് ഓൾറെഡി നേരത്തെ ഞാൻ ഷോപ്പിൽ നിന്ന് അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് വീണ്ടും അൺബോക്സ് ചെയ്യാണ്. ഇതിലൊരു GoProയുടെ ഒരു നല്ലൊരു അടിപൊളി അവരുടെ വെബ്സൈറ്റിൻ്റെ ഒക്കെ ഉള്ളൊരു ചെറിയൊരു വിസിറ്റിംഗ് കാർഡ് പോലത്തെ ഒരു സംഭവം. പിന്നെ ഒരു 1 ഇയർ വാറണ്ടി സർട്ടിഫിക്കറ്റ്. പിന്നെ അവരുടെ GoPro Plus, അതായത് അവരുടെ ക്ലൗഡ് സ്റ്റോറേജിനെ കുറിച്ചിട്ടുള്ള അവരുടെ ഒരു സംഭവമാണ്.
പിന്നെ വരുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. പിന്നെ വരുന്നത് ഗോപ്രോയുടെ ഒരു അടിപൊളി സ്റ്റിക്കർ, നമുക്ക് കാറിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ നമ്മൾ വെഹിക്കിളിൻ്റെ ബാക്കിൽ പൊട്ടിക്കാൻ പറ്റുന്ന നല്ല ഗോപ്രോൻ്റെ നല്ല 2 ഒരു സ്റ്റിക്കർ ഉണ്ട്. പിന്നെ വരുന്നത് കുറച്ച് നമുക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളാണ്, ഹൗ ടു യൂസ് ഗോപ്രോ ഹീറോ 8, അതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ഇത് സംഭവങ്ങൾ എന്തൊക്കെ പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ ആപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് ഗോപ്രോയുടെ ഒരു മാനുവൽ ബുക്കാണ്. ഇത് ഫുള്ള് ചൈനീസ് ഒക്കെയാണ്, അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, തൽക്കാലം ഇതോടെ എടുക്കാം. ഇനിയാണ് ഇതിൻ്റെ ആക്സസറീസ് വരുന്നത്. ഒരു C ടൈപ്പ് USB കേബിൾ വരുന്നുണ്ട്. പിന്നെ ബൈക്കിൻ്റെ ഹെൽമെറ്റിൽ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു മൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ അതായത് ഹെഡ് മൗണ്ട്, അതായത് നമുക്ക് തലയ്ക്ക് മുകളിൽ വെക്കുന്ന ഒരു ബെൽറ്റ്, ആ ഒരു സംഭവമാണിത്. പിന്നെ വരുന്നത് ഇതാണ് 2 കിഡിലൻ ബാറ്ററികൾ. ഗോപ്രോ സ്പെഷ്യൽ ബണ്ടിൽ പാക്കിൽ വരുന്നതാണ് 2 കിഡിലൻ ബാറ്ററി. സാധാരണ ക്യാമറ മാത്രം വാങ്ങിക്കുന്നവർക്ക് ഒരു ബാറ്ററി മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ ഇത് സ്പെഷ്യൽ 2 ബാറ്ററി തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു 32 GB സ്കാൻ ഡിസ്കിൻ്റെ മെമ്മറി കാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു ട്രൈപോഡ്. അപ്പോൾ ഇത്രക്കും സംഭവങ്ങൾ ഉള്ളൊരു സ്പെഷ്യൽ ബണ്ടിൽ പാക്കാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഗോപ്രോ ഹീറോ 8ൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമുക്ക് ക്യാമറ ഒന്ന് ഓൺ ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ഗോപ്രോ ഹീറോ 8 നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയാണ്. ആദ്യം തന്നെ ഈ ക്യാമറ വാങ്ങിക്കുന്ന സമയത്തിൻ്റെ മുകളിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടോ, ഇത് നല്ല പറിച്ച് കളിയുക. എന്നിട്ട് ഇവിടെ കണ്ടോ, ഈ ബാറ്ററിൻ്റെ ഒരു പോർട്ടാണിത്. അതായത് ഈ ബാറ്ററി ഇടുന്ന സമയത്ത് പല ആളുകൾക്ക് ഇതിൻ്റെ ബാറ്ററി എങ്ങനെ ഇടണം എന്നറിയില്ല. ഇതൊന്ന് താഴേക്ക് പ്രസ് ചെയ്തിട്ട് ഒന്ന് മെല്ലെ ഇങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ ബാറ്ററിൻ്റെ ഈ ഒരു സംഭവം ഓപ്പണായി. ഇനി നമുക്ക് ബാറ്ററി ഇട്ട് നോക്കാം. ബാറ്ററി ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് മെമ്മറി കാർഡ് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യാം. അതാണ് ഒന്നും കൂടി ബെറ്റർ. അങ്ങനെ മെമ്മറി കാർഡ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ഒരു ടിക്ക് എന്ന് പറഞ്ഞ സൗണ്ട് വരും മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. നോക്കണ്ടോ, അപ്പോൾ ഞാനിപ്പോൾ ബാറ്ററി ഇട്ടു, ഞാനിതിങ്ങനെ വെച്ചിട്ടു ഇങ്ങനെ അടക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞാനിത് അടച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മെല്ലെ ഈ ഒരു സംഭവമുണ്ട്, ഇത് മെല്ലെ റിമൂവ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ട്രൈപോഡ് എടുക്കാം. ഇത് ഞാൻ എടുത്ത് ഒഴിവാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ ട്രൈപോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ട്രൈപോഡ് നല്ലൊരു ഗോപ്രോൻ്റെ പാക്കിങ് വളരെയധികം ഉഷാറ് തന്നെയാണ്. നമുക്ക് ട്രൈപോഡ് ഒന്ന് വലിച്ച് നീട്ടിയിട്ട് ട്രൈപോഡിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങളുണ്ട്. അത് ഇത് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തതിന് ശേഷം ഗോപ്രോ മെല്ലെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ട്രൈപോഡിലേക്ക് ഗോപ്രോ ഞാൻ ഇൻസേർട്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ട്രൈപോഡിൽ ഇതിങ്ങനെ കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഗോപ്രോ ട്രൈപോഡിലേക്ക് കണക്ട് ചെയ്യാണ്. നന്നാക്കി ടൈറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഇട്ടു, നല്ലോണം ടൈറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ട്രൈപോഡിലേക്ക് സംഭവം ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഇത്. ഈ സൈഡിൽ കണ്ടോ പവർ ബട്ടൺ, ഞാനിത് പ്രസ് ചെയ്യാണ്. നല്ല സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗോപ്രോ കണ്ടോ, നല്ലൊരു ഗോപ്രോയുടെ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. പിന്നെ ലീഗൽ സെറ്റപ്പ് ചോദിച്ചു, നമ്മൾ അഗ്രി ചെയ്തു. പിന്നെ ക്യാപ്ചേഴ്സ് അതിൻ്റെ ലൊക്കേഷൻ സംഭവങ്ങൾ ചോദിച്ചു, ഓൺ കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം, ഗോപ്രോയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം.
നമുക്ക് ഗോപ്രോയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഗോപ്രോയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ സംഭവങ്ങൾ ചോദിക്കും, ടേംസ് ആൻഡ് കണ്ടീഷൻ ചോദിക്കുന്നുണ്ട്. അഗ്രി കൊടുത്തു, എല്ലാം അഗ്രി അടിക്കാം. അപ്പോൾ ഗോപ്രോ മാക്സ് അല്ല, അങ്ങനെ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് കണക്ട് ടു എ ഗോപ്രോ, നമ്മൾ ഗോപ്രോ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഇവിടെ എനേബിൾ ചെയ്യാം. നമ്മളിവിടെ അലോ കൊടുത്തു. നമ്മൾ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം. ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തു. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോപ്രോ കണ്ടോ, താഴെ കണ്ടോ. നമ്മളെ ക്യാമറ ഏതാണെന്ന് ആപ്പിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യാം. Hero8 ആണ്. Hero8 നമ്മളിവിടെ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ കണ്ടിന്യൂ നൽകുക. അങ്ങനെ ഗോപ്രോ Hero8ലെ ഫസ്റ്റ് വ്യൂസ് ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കൊള്ളാമോ? ലൈറ്റ് ഉണ്ട്. ലൈറ്റിംഗ് പെർഫോമൻസ് എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു കുറച്ച് ഇരുട്ടുള്ള സ്ഥലത്തായിരുന്നു, തണലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ലൈറ്റിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ലൈറ്റ് അടിക്കുന്ന സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ലൈറ്റിംഗ് പെർഫോമൻസ്, അതായത് നൈറ്റ് വ്യൂസ് എങ്ങനെ നോക്കാം. അപ്പോൾ ഗോപ്രോ Hero8ലെ ഫസ്റ്റ് വ്യൂസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോപ്രോ Hero8. ഇപ്പോൾ നമ്മുടെ ക്യാമറ ഉള്ളത് ഫുൾ HD HyperSmooth മോഡാണ്. നമുക്കൊന്ന് ഓടി നോക്കാം എങ്ങനെയുണ്ട് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊന്നും. ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഓട്ടത്തിലാണുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും എങ്ങനെയുണ്ട് അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ 4K മോഡലാണുള്ളത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഏത് ക്യാമറ വാങ്ങിക്കുമ്പോഴും അതിൻ്റെ ISO പോലത്തെ സംഭവങ്ങൾ, അതായത് ലോ ലൈറ്റിംഗ് പെർഫോമൻസ് എത്രയും നോക്കണം. ഒരു പക്ഷേ ഗോപ്രോ Hero 7നേക്കാളും ഗോപ്രോ Hero8ന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം വെച്ചാൽ ഗോപ്രോ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഗോപ്രോ 8 വിൻഡ് ഡിറ്റക്ഷൻ, അതായത് നമ്മൾ മുമ്പ് ഗോപ്രോ Hero 7ലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് കാറ്റ് വന്ന് കയറുമായിരുന്നു. അപ്പോൾ പലപ്പോഴും വീഡിയോസിൽ ഒക്കെ കാറ്റ് കയറി പലരുടെയും വീഡിയോസൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വാഗമണ്ണിൽ പോയ സമയത്ത് ഇലവിയ പൂഞ്ചിറയിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു മൊബൈൽ ഫോൺ ഗിംബലും ഒരു മൊബൈൽ ഫോണും ഉപയോഗിച്ചിട്ടായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത്. അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് എനിക്കറിയില്ലല്ലോ അതിനകത്ത് കാറ്റ് കയറുന്നൊരു വിഷയം. അങ്ങനെ കാറ്റ് കയറി ഒരുപാട് നല്ല വ്യൂസ് എനിക്ക് വളരെ സങ്കടപൂർവ്വം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാനത് ഒരുപാട് വീഡിയോസ് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഉള്ള വീഡിയോസാണ്, വീഡിയോ നല്ല ക്ലാരിറ്റി ഉണ്ട്, പക്ഷേ എന്താ ചെയ്യുക, സൗണ്ട് അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ, അവിടുത്തെ പ്രത്യേകതകളും ഓരോ സംഭവങ്ങളും ഞാൻ സംസാരിച്ച ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് എന്താ പറയുക, അതൊക്കെ കാറ്റ് കയറി ആകെ വീണ്ടും റെക്കോർഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനും അങ്ങനത്തെ സാഹചര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഗോപ്രോ Hero8 എല്ലാം കൊണ്ടും, അതായത് വിൻഡ് ഡിറ്റക്ഷൻ, അതേപോലെ തന്നെ പുറമേ നിന്നുള്ള നോയ്സ് ഒരിക്കലും ക്യാപ്ചർ ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരുപാട് പ്രത്യേകതകൾ ഗോപ്രോ Hero8നുണ്ട്. ഇപ്പോൾ വീഡിയോ ഞാൻ ശരിക്കും 4Kയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഗോപ്രോ Hero8ൻ്റെ മറ്റൊരു പോരായ്മയായി എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താ വെച്ചാൽ 2 ബാറ്ററി അവർ തന്നിട്ടുണ്ട്. ഗോപ്രോ Hero8ന് ബാറ്ററിയുടെ ചാർജിങ് പവർ, അതായത് പെട്ടെന്ന് ചാർജ് തീർന്നു പോകുന്നൊരു സ്വഭാവം ഗോപ്രോ Hero8നുണ്ട്. സാധാരണ എല്ലാ ഗോപ്രോ Hero8നുള്ളത് പോലത്തെ ഒരു സ്വഭാവം തന്നെയാണ് ഗോപ്രോ Hero8നുള്ള സാധാരണ എല്ലാ ഗോപ്രോക്കുള്ള ഒരു സ്വഭാവം തന്നെയാണ് ഗോപ്രോ Hero8നുള്ളത്. അതും കൂടി ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ഗോപ്രോ എല്ലാം കൊണ്ടും മികച്ചൊരു ആക്ഷൻ ക്യാമറയായി ട്രാവലേഴ്സിൻ്റെ ഇടയിൽ അറിയപ്പെടുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ക്യാമറ ഉള്ളത് 4K സിനിമാറ്റിക് മോഡിലാണുള്ളത്. സൂപ്പർ വ്യൂ മോഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സൂപ്പർ വ്യൂ മോഡിലെ വ്യൂസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സൂപ്പർ വ്യൂവിലെ കാഴ്ചകൾ അതിഗംഭീരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളമാണെന്ന് എനിക്കറിയില്ല. പിന്നെ അതേപോലെ തന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് എത്രത്തോളമാണ് 4K വീഡിയോയിൽ വരുന്നതെന്ന് നോക്കാം.
സൂപ്പർ വ്യൂ മോഡലാണുള്ളത്. സിനിമാറ്റിക് 4K വ്യൂസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 4K വീഡിയോസ് പൊതുവേ മറ്റുള്ള ആക്ഷൻ ക്യാമറയെക്കാളും എത്രയോ ബെറ്ററാണ് ഈ ഗോപ്രോയിലേത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ഹൈപ്പർ സ്മൂത്ത് ഓഫ് ചെയ്തിട്ടുള്ള കാഴ്ചയാണ്. ഹൈപ്പർ സ്മൂത്ത് ഓഫ് ചെയ്തിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഹൈപ്പർ സ്മൂത്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോൻ്റെ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ ഹൈപ്പർ സ്മൂത്ത് ഞാൻ ഓഫ് ചെയ്തു. ഇനി ഹൈപ്പർ സ്മൂത്ത് ഓൺ ചെയ്തിട്ടുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹൈപ്പർ സ്മൂത്ത് ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള 4K വ്യൂസാണ്. അപ്പോൾ 4K വ്യൂസിൽ ഹൈപ്പർ സ്മൂത്ത് ഓൺ ചെയ്തിട്ട് സൂപ്പർ വ്യൂ എങ്ങനെ വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഹൈപ്പർ സ്മൂത്ത് ഓൺ ചെയ്തിരിക്കുകയാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് കുലുങ്ങിയാണ് നടക്കുന്നത്. നേരത്തെ നമ്മൾ ഹൈപ്പർ സ്മൂത്ത് ഓഫ് ചെയ്തിട്ടായിരുന്നു വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഹൈപ്പർ സ്മൂത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മികച്ച സ്റ്റെബിലൈസേഷൻ കിട്ടും. എന്നാൽ ഹൈപ്പർ സ്മൂത്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ കുറവായിരിക്കും. ഇപ്പോൾ ഹൈപ്പർ സ്മൂത്ത് ഓൺ ചെയ്തിട്ട് കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഹൈപ്പർ സ്മൂത്ത് ഓൺ ചെയ്ത് വെച്ചിരിച്ചു. ഹൈപ്പർ സ്മൂത്ത് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബൈക്കിൽ റൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബൈക്കിലൊന്ന് റൈഡ് ചെയ്യുമ്പോൾ GoPro Hero 8ൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം. ഹൈപ്പർ സ്മൂത്ത് ഓണാണ്, ഫുൾ HDയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഒന്ന് പോയി നോക്കാം. ബൈക്കിലൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ബാസ് പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാമറ ഉള്ളത് 4K 13 ലീനിയർ മോഡലാണുള്ളത്. 13 ലീനിയർ മോഡലിൽ നമുക്ക് എങ്ങനെയാണ് ഈ ക്യാമറൻ്റെ വിഷ്വൽസ് എങ്ങനെയാണ് റെക്കോർഡിങ് ആകുന്നത്, ഷൂട്ടിംഗ് ആകുന്നത് നോക്കാം. അപ്പോൾ ഇത് ക്ലാരിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനിത് ഈ വീഡിയോൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ GoProൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം. 4K ലീനിയർ മോഡലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളെല്ലാവർക്കും ഈ GoPro Hero 8ൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ട്രാവൽ ടെക്കിൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനിയും നല്ലൊരു കിടിലൻ യാത്രാ വീഡിയോയുമായി എത്തുന്നത് വരെ ഗുഡ് ബൈ. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ട്രാവൽ.